നമസ്കാരം. BKM ടോക്സിലേക്ക് സ്വാഗതം. 2024 അവസാനിക്കാറാവുമ്പം 1-2 വീഡിയോസ് കൂടെ ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ എന്നുള്ളത് ഉമ, അഞ്ജലി, അഞ്ജലിയുടെ കൊച്ച്, ഓക്കെ, കുഞ്ഞഞ്ജലി. അപ്പോൾ നമ്മൾ മുദ്ര വിനിയോഗങ്ങൾ പഠിച്ചിരുന്നു. അതിൻ്റെ ഒരു ബാലൻസ്, കുറച്ച് മുദ്രകളും കൂടെ നമ്മൾ പഠിക്കണം. പക്ഷേ എനിക്ക് ഈ ഇത്തരം വീഡിയോസ് ഇടുമ്പം എന്തുകൊണ്ടാണ് അത് കൂടുതൽ പേര് കാണാത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഡാൻസ് പഠിക്കുന്നവർ മുദ്ര വിനിയോഗം അറിയണം. ഇല്ല, ഇപ്പം നമ്മൾക്ക് കൊറിയോഗ്രാഫി നടത്താൻ പറ്റില്ല. എനിക്ക് ഇപ്പം ഞാൻ പോലും ഞാനും ഒക്കെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയാണിത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത സന്ദർഭങ്ങളുണ്ട്. ചില സ്ഥലങ്ങൾ വരുമ്പം ഏത് മുദ്ര വെച്ചത് കാണിച്ചാൽ ശരിയാകും എന്ന് ഉള്ള കൺഫ്യൂഷൻസ് വരും. അതിന് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ മുദ്രയുടെ വിനിയോഗം പഠിക്കണം. പക്ഷേ വിനിയോഗം പഠിച്ചാലും ആ മുദ്ര ഉപയോഗിക്കുന്നത് പോലെ അല്ലാതെ ആ മുദ്രയ്ക്ക് പല ഉപയോഗങ്ങളുണ്ടാവും വേറെ. പിന്നെ നമ്മളിതൊന്നും മുദ്രകൾ ഈ പഠിക്കുന്നതല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുന്ന ചില ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ ലോകധർമ്മി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചുറ്റും പുറത്തുനിന്ന് കണ്ടെടുത്ത് ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മുദ്രയുടെ വിനിയോഗങ്ങൾ വളരെ അത്യാവശ്യമാണ്. നമ്മൾ 5 മുദ്രകളാണ് കഴിഞ്ഞ തവണ വരെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അർദ്ധചന്ദ്രൻ തൊട്ടാണ് ഇനി പറയേണ്ടത്, അല്ലേ? മയൂരം വരെ പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ അർദ്ധചന്ദ്രഹസ്തത്തിൻ്റെ വിനിയോഗമാണ് ഇനി നമ്മൾ പറയുന്നത്. അർദ്ധചന്ദ്ര, ഹാഫ് മൂൺ. എപ്പോഴും നമ്മൾ പിള്ളേരോട് പറയും ഇത് വളരെ വൃത്തിയായിട്ട് അകത്തി പിടിക്കണം, ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ 90 ഡിഗ്രിയിൽ ഇരിക്കണം എന്ന് നമ്മൾ പറയും. ഇതാണ് അർദ്ധചന്ദ്രൻ. ഹാഫ് മൂൺ എന്നാണ് അർദ്ധചന്ദ്രൻ. അപ്പോൾ അർദ്ധചന്ദ്രൻ്റെ വിനിയോഗം അർദ്ധചന്ദ്രഹസ്ത വിനിയോഗ. ചന്ദ്രേ, അതായത് ചന്ദ്രനെ കാണിക്കാൻ, ചന്ദ്രേ കൃഷ്ണാഷ്ടമി ഭാജി. സർപ്പശിരസ് പിടിച്ചതിലേക്ക് ചേർക്കുകയാണ്. കൃഷ്ണാഷ്ടമി ഭാജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രേ കൃഷ്ണാഷ്ടമി ഭാജി എന്നാണ്. അപ്പോൾ അതായത് ചന്ദ്രൻ്റെ 8ാമത്തെ ദിവസം, അതൊരു അമാവാസിയാണ്. അപ്പോൾ ഈ സർപ്പശിരസ് പിടിച്ച് അതിലേക്ക് ചേർക്കുന്നത് എന്താണെന്നുള്ളത് ഞങ്ങൾക്കാരും പറഞ്ഞു തന്നിട്ടില്ല. ഏതായാലും നമുക്ക് മനസ്സിലാക്കാം, ഓർക്കാൻ എളുപ്പത്തിൽ ചന്ദ്രനെ ഒരു പാമ്പ് വിഴുങ്ങുന്നത് പോലെ എന്ന് കരുതിയാൽ മതി. അപ്പം ആ ഒരു അമാവാസി ദിവസം കാണിക്കാൻ ചന്ദ്രേ കൃഷ്ണാഷ്ടമി ഭാജി. ദെൻ ഗളഹസ്താർത്ഥകേപിച്ച. ഗളഹസ്തം എന്ന് വെച്ചാൽ കഴുത്തിൽ പിടിക്കുക. അപ്പോൾ ഒന്നുകിൽ അത് ഇങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണിക്കാം. ഗളഹസ്താർത്ഥകേപിച്ച. ഗളഹസ്ത, ഇത് ഹസ്തത്തിൽ ഗളത്തിൽ പിടിക്കുന്നത്, കൈകൊണ്ട് പിടിക്കുന്ന അർത്ഥത്തിൽ കാണിക്കാൻ. ഗളഹസ്താർത്ഥകേപിച്ച. ഭല്ലായുധേ. ഭല്ലായുധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുന്തം. ഓക്കെ, ഇങ്ങനെ കാണിക്കുക, നമ്മൾ ഇങ്ങനെ തന്നെയാണ് കാണിക്കുക. ഭല്ലായുധേ. ദേവതാനാം അഭിഷേചൻ കർമ്മണി, അതായത് ദൈവങ്ങൾക്ക് അഭിഷേചൻ ചെയ്യുന്നത്. അപ്പം ഭല്ലായുധേ, ഈ 2 കൈയും അർദ്ധചന്ദ്രൻ പിടിച്ചിട്ട് ദേവതാനാം അഭിഷേചൻ കർമ്മണി. ദേവതാനാം അഭിഷേചൻ കർമ്മണി. ഭുക് പാത്രേജ, ഭക്ഷണം കഴിക്കുന്നത്. അപ്പം ഇത് അർദ്ധചന്ദ്രൻ പിടിച്ചിട്ട് ഭുക് പാത്രേജ. ഉദ്ഭവേ, ജനനം അല്ലെങ്കിൽ ഉദ്ഭവം, തുടക്കം കാണിക്കാൻ. അപ്പോൾ ഈ കയ്യെ പതാകയല്ല ഓർമ്മയിൽ വയ്ക്കണം, അർദ്ധചന്ദ്രനാണ്. ഉദ്ഭവേ ഖഡ്യാം, അരക്കെട്ട്. 2 കൈയിലും അർദ്ധചന്ദ്രൻ വെച്ച് അരക്കെട്ടിലേക്ക് വയ്ക്കുക. ഖഡ്യാം. ചിന്താനാം, ചിന്തിക്കുക. ചിന്താനാം. ആത്മവാചകേ, സ്വയം സംസാരിക്കുക. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഉണ്ടോ, സെൽഫ് ടോക്ക് നടത്തുക എന്നുള്ളത്. ആത്മവാചകേ. ദെൻ ധ്യാനേജ, മെഡിറ്റേഷൻ, ധ്യാനിക്കുക. ധ്യാനേജ. പ്രാർത്ഥനേ ചാപി, 2 കൈയും ചേർത്ത്. പ്രാർത്ഥനേ, നിങ്ങളുടെ കൈ എങ്ങനെയാണ് വന്നേക്കണമെന്ന് നോക്കിയേ. അപ്പോൾ അത് അർദ്ധചന്ദ്രനായിട്ട് തന്നെ. സാധാരണ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാറില്ല, പക്ഷേ ഇവിടെ അങ്ങനെ പറയുന്നു. പ്രാർത്ഥനേ ചാപി. അംഗാനാം സ്പർശനേ തഥ. ഇതിങ്ങനെ അംഗാനാം സ്പർശനേ തഥ. 2 ശരീരത്തിൻ്റെ അംഗങ്ങളിൽ സ്പർശിക്കുന്നതിന് വേണ്ടിയിട്ട്. സ്പർശനേ തഥ. പ്രാകൃതാനാം നമസ്കാരേ. പ്രാകൃതാനാം നമസ്കാരേ. നമ്മൾ മറ്റുള്ളവരെ, സാധാരണ ആൾക്കാരെ ഗ്രീറ്റ് ചെയ്യുന്നത്. പ്രാകൃതാനാം നമസ്കാരം. എങ്ങനെയത്? അവരുടെ കാല് തൊട്ട് വന്നിക്കുന്നതാണ് ഉദ്ദേശിക്കണത് കേട്ടോ. പ്രാകൃതാനാം നമസ്കാരേ അർദ്ധചന്ദ്രോ നിയുജ്യത്തെ. അപ്പോൾ ഇത്രയൊക്കെയാണ് അർദ്ധചന്ദ്രൻ്റെ ആപ്ലിക്കേഷൻസ് എന്നാണ് പറഞ്ഞത്. ചന്ദ്രേ കൃഷ്ണാഷ്ടമി ഭാജി ഗളഹസ്താർത്ഥകേപിച്ച, അല്ലെങ്കിൽ ഇങ്ങനെ ഗളഹസ്താർത്ഥകേപിച്ച. ഭല്ലായുധേ ദേവതാനാം അഭിഷേചൻ കർമ്മണി. ഭുക് പാത്രേച. ഉദ്ഭവേ ഖഡ്യാം. ചിന്താനാം ആത്മവാചകേ. ധ്യാനേച പ്രാർത്ഥനേ ചാപി. അംഗാനാം സ്പർശനേ തഥാ.
പ്രാകൃതാനാം നമസ്കാരേ അർത്ഥചന്ദ്രോ നിയുജ്യത്തെ. ഓക്കെ, ഞാൻ പറയണല്ലാണ്ട് നിങ്ങളുടെ വായുന്നത് വരൂലേ? കണ്ടു പഠിക്കുകയല്ല, പറഞ്ഞു പഠിക്കുകയെ പറയുകയും കൂടെ ചെയ്യണ്ടേ. അപ്പോൾ ഇതാണ് അർത്ഥചന്ദ്രഹസ്ത വിനിയോഗം. അടുത്തത് അരാളഹസ്ത വിനിയോഗം. അരാളം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒടിഞ്ഞത് അല്ലെങ്കിൽ വളഞ്ഞത് എന്നാണ് അർത്ഥം. അപ്പോൾ അതാണ് അതിൻ്റെ ലിറ്ററൽ മീനിങ്. പക്ഷേ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു അർത്ഥത്തിലേ അല്ല ഉപയോഗിക്കണേ. അതായത് അരാള മുദ്ര നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെയല്ല. വളരെ സിമ്പിളായിട്ട് ഏറ്റവും ചെറിയ വിനിയോഗമാണത്. വിഷാദി അമൃതപാനേഷു, വിഷം അമൃതം ആദിയായ പാനീയങ്ങൾ കുടിക്കാൻ. ഇപ്പം നമ്മൾ ഇടത്തെ കയ്യിൽ പതാക വച്ചിട്ട് വലത്തെ കയ്യിൽ ഉണ്ടത് ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ. എന്നിട്ട് വിഷാദി അമൃതപാനേഷു, ഒരു കൈ കൊണ്ട് പിടിച്ച് മറ്റേ കൈ കൊണ്ട് നമ്മളിങ്ങനെ കോരി കുടിക്കുക. വിഷാദി അമൃതപാനേഷു, രണ്ട് കൈയിലും അരാളം വച്ചിട്ട് പ്രചണ്ഡ പവനേപിച്ച, പ്രചണ്ഡ പവനേപിച്ച, അതായത് അതിശക്തമായ കാറ്റ്. പ്രചണ്ഡ പവനേപിച്ച, പ്രചണ്ഡ പവനേപിച്ച. അപ്പം നമ്മൾ കാറ്റ് കാണിക്കാൻ ഇങ്ങനെ ഇങ്ങനെ കാണിക്കാം. സാധാരണ കാറ്റ് കാണിക്കാനാണ് നമ്മൾ വായൗ തൃപ്പതാക പിടിച്ച് ഇങ്ങനെ കാണിക്കണത്. അതെ, തൃപ്പതാക പിടിച്ച് കാണിക്കാം വായൗ. അപ്പം അത്രയേ ഉള്ളൂ അത് കേട്ടോ. വിഷാദി അമൃതപാനേഷു പ്രചണ്ഡ പവനേപിച്ച എന്ന് പറയും. അതാണ് അരാളഹസ്ത വിനിയോഗം. അടുത്ത ശുഖതുണ്ഡ ഹസ്ത വിനിയോഗ. ശുഖതുണ്ഡം പാരറ്റ്സ് ബീക്ക്, തത്തമ്മയുടെ ചുണ്ട് എന്നാണ് അർത്ഥം. പാരറ്റ്സ് ബീക്ക്. ശുഖതുണ്ഡഹസ്ത വിനിയോഗ, അതും എളുപ്പമാണ്. ഇപ്പം ശുഖതുണ്ഡഹസ്ത വിനിയോഗ കേട്ടോ. നീ ഈ മുദ്രയൊക്കെ പറയുമ്പോൾ ഇച്ചിരി ക്ലോസപ്പൊക്കെ കാണിക്കണം. അവിടെ തലവുഞ്ചിരുന്ന് ഉറങ്ങിപ്പോകരുത് കേട്ടോ. ശുഖതുണ്ഡഹസ്ത വിനിയോഗ. അവൻ നാളെ ഉറങ്ങിപ്പോയത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ശുഖതുണ്ഡഹസ്ത വിനിയോഗ. ബാണപ്രയോഗേ, ബാണപ്രയോഗേ അസ്ത്രമയക്കുന്നത്. ബാണപ്രയോഗേ കുന്താർത്ഥേ, കുന്തം എന്ന അർത്ഥത്തിൽ, അതായത് കുന്തം സ്പെയർ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ബാണപ്രയോഗേ ഷോയിങ് ആൻ ആരോ, പിന്നെ സ്പെയർ കുന്താർത്ഥേ വ ആലയസ്യ സ്മൃതിക്രമേ. നമ്മൾ നമ്മുടെ വീട് എവിടെയാണെന്ന് ആലോചിക്കുന്നത്. അത് നീ പറയാൻ പറ്റില്ല, ഇവർക്കൊക്കെ ആവശ്യം വരുമായിരിക്കും ഇല്ലേടാ. നീ ഇവൻ്റെ കാര്യം എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ ആലയസ്യ സ്മൃതിക്രമേ, വീട് എവിടെയാണെന്ന് അറിയാൻ പാടില്ല. സ്വന്തം വീട് അറിയാൻ പാടില്ലാത്ത സാഹചര്യം എപ്പോഴാണെന്ന് ആലോചിച്ച് നോക്കി. രണ്ടെണ്ണം വീശിയൊക്കെ നടന്നു പോകുമ്പോഴേ ഞാൻ എങ്ങടെ പോണേന്ന്. അപ്പോൾ അതാണ് അല്ലേ മോളെ. ആലയസ്യ സ്മൃതിക്രമേ, എൻ്റെ വീട് എവിടെയാണെന്ന് നമ്മൾ സ്വയം അവനവൻ്റെ ആലയം എവിടെയാണെന്ന് ഓർക്കുന്നത്. അട്ടറിങ് മിസ്റ്ററി തിങ്സ്. മർമോക്യാം, മർമോക്യാം നമ്മൾ മർമറിങ്, പല ഈ മന്ത്രം ചൊല്ലുന്നത് അല്ലെങ്കിൽ മുർമുറാന്ന് പറയുന്നത്. മർമോക്യാം ഉഗ്രഭാവേഷു, ഉഗ്രഭാവേഷു നമ്മൾ പല സമയത്ത് അവർ ഉഗ്രരൂപം പ്രാപിച്ചു എന്നൊക്കെ പറയാൻ ഉപയോഗിക്കാൻ. ഉഗ്രഭാവേഷു ശുഖതുണ്ടോ നിയുജ്യതേ. ഇത്രയാണ് ശുഖതുണ്ടത്തിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഒന്ന് ബാണപ്രയോഗേ കുന്താർത്ഥേ വ ആലയസ്യ സ്മൃതിക്രമേ. ഓർക്കുക എങ്ങനെയാന്ന്, എങ്ങോട്ടാ പോണേന്ന് ഓർക്കുക. മർമോക്യാം ഉഗ്രഭാവേഷു ശുഖതുണ്ടോ നിയുജ്യതേ. മനസ്സിലായല്ലോ? ഇനി ഇതൊക്കെ പഠിച്ചോണം എന്നിട്ട് കേട്ടോ. അടുത്തത് മുഷ്ടിഹസ്ത വിനിയോഗം. മുഷ്ടിഹസ്തം, മുഷ്ടി തന്നെ, മുഷ്ടിയുടെ ഫിസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. സ്ഥിരേ, സ്ഥിരത. സ്ഥിരത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധി സ്ഥിരതയാണ് പെട്ടെന്ന് നിങ്ങൾക്ക് ശ്രദ്ധയിൽ വരിക അല്ലേ. ഈ നമ്മൾ പറയും നല്ല വീരാളികൾ, പോരാളികൾക്ക് വേണ്ടതാണ് ആ സ്ഥിരത. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സ്ഥിരത. അപ്പോൾ സ്ഥിരേ കജഗ്രഹേ, മുടിക്കുത്തിന് പിടിക്കുന്നത്. കജഗ്രഹേ. ഓക്കെ, സ്ഥിരേ. ഈ മുദ്രകൾ കാണിക്കുമ്പോൾ, വിനിയോഗം ചെയ്യുമ്പോൾ അതിന് കുറച്ച് ഫേഷ്യൽ എക്സ്പ്രഷനും കൂടെ വരണം. അപ്പോൾ സ്ഥിരേ കജഗ്രഹേ, മുടിക്ക് പിടിക്കുന്നത്. കജഗ്രഹേ ധാർഢ്യേ, അഹങ്കാരം, കുറച്ച് ധാർഢ്യം എന്ന് നമ്മൾ പറയില്ലേ, ധാർഢ്യേ. ഇവിടെ അവർ ധാർഢ്യം പറഞ്ഞിരിക്കുന്നത് സ്ട്രെങ്ത് എന്നുള്ള അർത്ഥത്തിലാണ്. നമുക്ക് ധാർഢ്യം എന്ന് മലയാളത്തിലൊരു വാക്യത്തിന് ഇച്ചിരി അഹങ്കാരം എന്നുള്ള അർത്ഥമാണ്. ധാർഢ്യേ. ദെൻ ധാർഢ്യേ വസ്ത്വാദിനാം ധാരണേ, വസ്ത്വാധീനാം ച ധാരണേ. വസ്ത്വാധീനാം ച ധാരണേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ എടുക്കുക. ഇതിങ്ങനെ എല്ലാ സൈഡിൽ നിന്ന് എടുക്കുന്നത്. സാധനം എടുക്കുക. വസ്ത്വാധീനാം ച ധാരണേ, സാധനങ്ങൾ എടുക്കുന്നത് കാണിക്കാനായിട്ട് കാണിക്കാം.
മല്ലാനാം യുദ്ധത്തിന് തയ്യാറായിട്ട് മല്ലയുദ്ധത്തിന് തയ്യാറായിട്ടുള്ള മല്ലാനാം യുദ്ധഭാവേപി മുഷ്ടിഹസ്തോയം ഇഷ്യത്തെ. വളരെ എളുപ്പം കഴിഞ്ഞു. മുഷ്ടിഹസ്തോയം ഇഷ്യ. അപ്പോൾ സ്ഥിരേ കജഗ്രഹേ ധാർഢ്യേ വസ്ത്വാദീനാം ജധാരണേ മല്ലാനാം യുദ്ധഭാവേപി മുഷ്ടിഹസ്തോയം ഇഷ്യത്തെ. എത്ര എളുപ്പം കഴിഞ്ഞു നോക്കി. ഇതിപ്പോൾ നമ്മൾ ശ്ലോകം ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. വേറൊന്നും കൊണ്ടുമല്ല, നമ്മൾ ഈ ശ്ലോകം ബൈ ഹാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് പഠിച്ചുകൊണ്ടിരിക്കാൻ നേരം വേണ്ടേ. ഇപ്പം ഞാനൊക്കെ പഠിച്ച സമയത്ത് ഞാനെല്ലാം മറന്നുപോയി. പക്ഷെ നമുക്കത് കാണുമ്പോൾ അതിൻ്റെ അർത്ഥം കാണിക്കാൻ പറ്റിയാൽ മതി. അത്രയെങ്കിലും നമ്മുടെ മനസ്സിലിരിക്കണം. ഒരാളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പം ശ്ലോകം പറഞ്ഞു കൊടുത്ത് മീനിങ് പറയാനുള്ള അറിവെങ്കിലും നമുക്കുണ്ടായിരിക്കണം. അടുത്തത് ശിഖരഹസ്തം, 10ാമത്തെ ശിഖരഹസ്ത വിനിയോഗം. ഓക്കെ, ശിഖരം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് പീക്ക്, മൗണ്ടൻ പീക്കാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പർവ്വത ശിഖരമാണ് ഈ നമ്മളിങ്ങനെ കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഡാൻസ് കളിക്കുമ്പോൾ നമ്മൾ ഈ പർവ്വതം കാണിക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം. പലരും ഇത് നേരിട്ട് അപ്ലൈ ചെയ്യാത്ത കാരണം കൊണ്ട് ചിലപ്പോൾ അങ്ങനെ കാണിക്കുമ്പോൾ ആൾക്കാർക്ക് അതൊക്കെ തെറ്റാന്ന് തോന്നാം. പക്ഷെ നമുക്കത് കാണിക്കാം, പർവ്വത ശിഖരം കാണിക്കാം. നമ്മൾ ഈ പർവ്വതത്തിൽ വസിക്കുന്നവൾ എന്നുള്ള അർത്ഥത്തിലൊക്കെ ഞാൻ ചെയ്യാറുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ശിഖരഹസ്തത്തിനകത്ത് മദനെ, കാമദേവനെ കാണിക്കാൻ. മദനെ കാർമുഖേ, വില്ല്. കാർമുഖേ, താഴേന്ന് കൈ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ എടുത്ത് മുകളിലേക്ക്, വില്ല്. കാർമുഖേ സ്തംഭേ, സ്തംഭം എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, പില്ലർ. അപ്പം സ്തംഭേ, മുമ്പിൽ നമ്മൾ സ്തംഭേ. നിശ്ചയേ, കയ്യിൽ വയ്ക്കുക. നിശ്ചയേ അതായത് ഉറപ്പായിട്ടും, സെർട്ടനിറ്റി. നിശ്ചയേ പിതൃകർമ്മണി. പിതൃകർമ്മണി, പിതൃകർമ്മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിച്ചുപോയ പിതൃക്കന്മാർക്ക് ഇത് ഓഫർ ചെയ്യണമാണ്. അപ്പം പിതൃകർമ്മണി, ഇടത്തേക്ക് ഇങ്ങനെ തിരിക്കുക. പിതൃകർമ്മണി ഓഷ്ട പ്രവിഷ്ടരൂപേജ. ഓഷ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്പ്, ശിഖരം പിടിച്ചിട്ട് ഓഷ്ട പ്രവിഷ്ടരൂപേജ, ഉള്ളിലേക്ക് കടന്നു എന്ന് കാണിക്കാൻ. പ്രവിഷ്ടരൂപേജ. രഥനെ, പല്ല്. രഥനെ, അപ്പം ചിരിച്ച് കാണിക്കണം. മോന്ത ഇങ്ങനെ വെച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പല്ലാന്ന് ഇങ്ങനെ മനസ്സിലാവും. അപ്പം രഥനെ. പ്രശ്നഭാവനെ, എന്താ സംഭവിച്ചേ, എന്താ സംഭവിച്ചേ, നമുക്ക് വളരെ താല്പര്യമുള്ള വിഷയമല്ലേ അല്ലേ. മറ്റുള്ളവർക്കൊക്കെ എന്താ സംഭവിച്ചതെന്ന് അറിയാം, അവിടെ എന്നാ നടന്നതെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളിത് ഓർമ്മയിലിരിക്കാൻ വേണ്ടി സന്ദർഭങ്ങളിൽ അപ്ലൈ ചെയ്യണം അല്ലേ മോളെ. വീട്ടിലൊക്കെ ചെന്നിച്ച് ആരിലും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ പ്രശ്നഭാവനെ ശിഖരം വെച്ച് തന്നെ ചോദിക്കണം. അപ്പോൾ ആപ്ലിക്കേഷൻ നടക്കും, മനസ്സിലായോ. ഡെൻറ്റിസ്റ്റിൻ്റെ ഒക്കെ അടുത്ത് നിന്നിട്ട് പറയാൻ, ഡോക്ടർ എൻ്റെ ദന്തത്തിന് ഭയങ്കര വേദനയാന്ന് കാണിച്ചു കൊടുക്കുക അല്ലേ. എന്തൊട്ട് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ആരാ ആ മുറിക്കകത്തേക്ക് കടന്നത്? പ്രവിഷ്ടരൂപേജ, പ്രവേശനം ചെയ്തത് ആരാത്? ലിംഗേ, ശിവലിംഗം കാണിക്കാൻ. നാസ്തീതി വചനേ, അതായത് രണ്ട് കൈയും കാണിക്കുക. നാസ്തീതി വചനേ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക, മഹാമോശം കാര്യങ്ങൾ സംസാരിക്കുക. നാസ്തീതി വചനേ, ചെണ്ട ഓട്ടണ പോലെ ആയി പോയത് കേട്ടോ. സ്മരണേ, ഒരുപാട് കാര്യങ്ങൾ ഓർക്കാൻ. സ്മരണേ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ സ്മരണേ. അഭിനയാന്തികേ, എന്തെങ്കിലും അഭിനയിച്ച് കാണിക്കാൻ. കൈ എവിടെ? അഭിനയാന്തികേ. ദെൻ കടിബന്ധനാകർഷണേച്ച, അതായത് അരക്കെട്ടിൽ എന്തെങ്കിലും കെട്ടി വയ്ക്കാൻ. അപ്പോൾ നമ്മളിങ്ങനെ കെട്ടുകയാണ് കേട്ടോ. അരക്കെട്ടിൽ ഇങ്ങനെ കെട്ടാൻ, നമ്മൾ അരയോട് ചേർത്ത് കെട്ടാനായിട്ട്, നമ്മുടെ വേസ്റ്റിനോട് ചേർത്ത് ഇങ്ങനെ കെട്ടാൻ. കടിബന്ധനാകർഷണേച്ച പരിരംഭാവിധിക്രമേ, പോയി ആലിംഗനം ചെയ്യാൻ, പുറകിൽ നിന്ന് പോയി കെട്ടിപ്പിടിക്കാൻ. പരിരംഭാവിധിക്രമേ. പിന്നെ ഖണ്ഡാനിനാദേ, നമ്മൾ ധൂമം ആരതി ഒഴിയുമ്പം മണിയടിക്കാൻ. ഖണ്ഡാനിനാദേ ശിഖരോയുജ്യതേ ഭരതാധിഭിഹി. ഇങ്ങനെയാണ് ശിഖരത്തിൻ്റെ ആപ്ലിക്കേഷൻസ് എന്നാണ് ഭരതം പറഞ്ഞു വച്ചേക്കുന്നത്. അപ്പോൾ മദനെ കാർമുഖേ സ്തംഭേ നിശ്ചയേ പിതൃകർമ്മണി ഓഷ്ട ലിപ്പാട്ടോ. ഓഷ്ട പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ വാ തുറക്കൂലോ. ഓഷ്ട പ്രവിഷ്ടരൂപേജ രതനെ പ്രശ്നഭാവനെ ലിംഗേ നാസ്തീതി വചനേ സ്മരണേ അഭിനയാന്തികേ കടിബന്ധാകർഷണേ ച പരിരംഭാവിധിക്രമേ ഖണ്ഡാനിനാദേ ശിഖരോ യുജ്യതേ ഭരതാദിഭിഹി. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണു. പഠിക്കുന്നത് പിന്നെ പഠിക്കുക. അടുത്തത് കപിത്തഹസ്ത വിനിയോഗ. എലിഫൻ്റ് ആപ്പിൾ.
ഇന്നും എൻ്റെ സംശയം മുഴുവനും ഇതാണ്, ഈ എലിഫൻറ്റ് ആപ്പിൾ എന്ന് പറയുന്നത് എവിടെ നിന്നുള്ള പഴമാണെന്ന് അറിഞ്ഞുകൂടാ. എപ്പോഴോ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ആസാമിൽ അങ്ങനെ ഒരു പഴം ഉണ്ടെന്ന് പറഞ്ഞിട്ട്, എലിഫൻറ്റ് ആപ്പിൾ, ആനപ്പഴം. കണ്ട ആനപ്പഴം പോലെയൊന്നുമില്ല, പക്ഷേ ഗണപതിക്ക് അത് ഇഷ്ടമായിരുന്നിരിക്കാം, അതുകൊണ്ടായിരിക്കും അങ്ങനെ പിടിക്കുന്നത്. അല്ലാതെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇടുക കേട്ടോ, എന്തിനാണ് ഈ 2 കപിത്തഹസ്തം പിടിച്ചിട്ട് ഭഗവാനെ കാണിക്കുന്നതെന്നുള്ളത് പറയാം. അപ്പം കപിത്തഹസ്തത്തിൻ്റെ അർത്ഥം ലക്ഷ്മ്യാം, ലക്ഷ്മി ദേവിയെ കാണിക്കാൻ, ചൈവ സരസ്വത്യാം, ഓക്കെ, സരസ്വതീനെ കാണിക്കാൻ. അപ്പം മേളിൽ ഇത് കപിത്തം പിടിച്ചിട്ട് താഴെ സൂചി പിടിച്ചാൽ സരസ്വത്യാം നടാനാം താളധാരണേ, നമ്മൾ താളം ഇപ്പോൾ നട്ടുവാങ്കം ചെയ്യില്ലേ, നടാനാം താളധാരണേ, ഗോദോഹനേഭി, പശുവിനെ കറക്കുക, ഗോദോഹനേഭി, അഞ്ജനേച, കണ്ണ് ഇങ്ങനെ എഴുതാം അല്ലെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം, അഞ്ജനേച, ലീലാകുസുമധാരണേ, കയ്യിൽ പുഷ്പമേന്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി. അതായത് ചില ആൾക്കാർ ഒളിഞ്ഞും പാത്തുമൊക്കെ സംസാരിക്കാൻ ചെന്ന് ഇങ്ങനെ നിൽക്കുമ്പം പൂൾ ചെടികളുടെ അടുത്ത് നിന്നിട്ട് അതിൻ്റെ ഒരു കമ്പ് വലിച്ച് ഇങ്ങനെ പിടിച്ച് നിൽക്കൂലേ? നിങ്ങളങ്ങനെയൊന്നും നിന്നിട്ടില്ലേ? നിങ്ങൾക്ക് അതിനിപ്പോൾ ഒളിമറയുണ്ടോ? അത് കാരണം കൊണ്ടാണ്, പണ്ടൊക്കെ അങ്ങനെ ഒളിഞ്ഞൊക്കെ അല്ലേ നിൽക്കുന്നത്. ദെൻ ചേലാഞ്ചലാതിഗ്രഹണേ, അതായത് ചേല വസ്ത്രം കവർന്നെടുക്കുക, ചേലാഞ്ചലാതിഗ്രഹണേ, പടസ്യൈവ അവഗുണ്ഠനെ, ഈ ഷാള് 2 കൈ കൊണ്ട് ഷാള് തലവഴിയിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുക, ഓക്കെ, തലവഴിയിട്ട് ചേർത്ത് പിടിക്കുക, അതായത് തലയിൽ മുണ്ടിട്ട് മൂടുക, അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുക. കപിത്തഹസ്തത്തിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ കണ്ടോ, ഇതൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് എടുക്കണമെന്ന് പറഞ്ഞ ഇതുകൊണ്ടാണ്. അതിൻ്റെ ധൂപദീപാഞ്ജലി, അതായത് നമ്മൾ ധൂപം, ഞാൻ ആദ്യം പറഞ്ഞ അതേ അർത്ഥത്തിൽ നമ്മൾ കർപ്പൂരം ഒഴിയാനായിട്ട് ധൂപദീപാഞ്ജനേ ചാപി കപിത്ത സംപ്രയുജ്യതേ, കപിത്തഹസ്തത്തിൻ്റെ ആപ്ലിക്കേഷൻസ് മനസ്സിലായോ? അപ്പോൾ ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? ലക്ഷ്മ്യാം ചൈവ സരസ്വത്യാം നടാനാം താളധാരണേ, ഗോദോഹനേപി, അഞ്ജനേച, ലീലാകുസുമധാരണേ, ചേലാഞ്ജലാധിഗ്രഹണേ, പടസ്യൈവ അവഗുണ്ഠനെ, ദീപാർച്ചനെ, ധൂപവും ദീപവും, അതായത് രണ്ടും ധൂപദീപാർച്ചനെ ചാപി കപിത്തഃ സംപ്രയുജ്യത്തെ. ഓക്കെ, അപ്പോൾ ഇത്രയും മതിയല്ലോ. ഇത്രയും ആദ്യം പഠിക്കുക, എന്നിട്ട് വേണം ബാക്കി പഠിക്കാനായിട്ട്. ഇത് മുഴുവൻ പഠിക്കാനുള്ളതാണ്, അതിവിശാലമായി കിടക്കുന്നു. അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ഈ വിനിയോഗങ്ങൾ ഞാൻ പറഞ്ഞു കാണാതെ പഠിക്കണമെന്ന് നിർബന്ധമല്ല, പകരം നമ്മൾ ആ ലിറിക്ക് നോക്കിയിട്ട് ലിറിക്കിൻ്റെ അർത്ഥം പറയാൻ പറ്റണം, നമുക്ക് ഓർമ്മ വരണം. ഇപ്പം തന്നെ നമ്മൾ എത്ര രീതിയിൽ കണ്ടു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് ദീപം ആരതി ഒഴിയുന്നത് നമുക്കിങ്ങനെ മണിയടിച്ച് ഇങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ കപിത്തഹസ്തം കൊണ്ട് നമുക്ക് ഇങ്ങനെ കാണിക്കാം. ഇനി നിങ്ങൾ വെറുതെ പതാക പിടിച്ച് ഇങ്ങനെ ചെയ്താലും അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. അപ്പോൾ എത്ര രീതികളിൽ നമുക്ക് ചെയ്യാം. ഇതാണ് വിനിയോഗം പഠിക്കുന്നതിൻ്റെ ഗുണം. ഒരു പാട്ട് കേൾക്കുമ്പോൾ കമ്പോസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ വില്ലൊക്കെ നമ്മൾ എങ്ങനെയാണ് പിടിക്കുന്നതെന്നൊക്കെ കണ്ടില്ലേ. പശുവിനെ കറക്കുന്നത് പോലും നമുക്ക് മുദ്ര ഉപയോഗിച്ച് ചെയ്യാണ്. പിടിച്ചത് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ അത് കാണിച്ചാൽ അതിൻ്റെ ഒരു നോർമലായിപ്പോയി എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എന്താണോ ചെയ്യുന്നത്. പക്ഷേ ഡാൻസിൻ്റെ പ്രത്യേകത എന്താണ്? ഡാൻസിന് കുറച്ച് ചിട്ടകളും രീതികളും ഒക്കെ ഉണ്ട്. അത് കാരണം കൊണ്ട് നമുക്ക് ഇങ്ങനെ കപിത്തം പിടിച്ച് വേണം അത് കാണിക്കാനായിട്ട്, ഉണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രയും എല്ലാവരും പഠിക്കുക. അതിൻ്റെ അടുത്ത മുദ്രകളുടെ വിനിയോഗങ്ങൾ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ഇത് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ നാളെ ക്രിസ്തുമസ് ആണ്. എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ. താങ്ക് യു സോ മച്ച്. ലവ് യു.